ഹോങ്കോങ് 1997 വരെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ കീഴിലായിരുന്ന ഏഷ്യൻ നഗരം. നിലവിൽ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ. ചൈനീസ് ആധിപത്യമുണ്ടെങ്കിലും ഒരു സ്വതന്ത്ര രാജ്യമെന്ന തരത്തിലാണ് ഇപ്പോഴും ഹോങ്കോങ്ങിന്റെ പ്രവർത്തനങ്ങൾ. സ്വതന്ത്രമായ ഭരണ സംവിധാനം, സ്വന്തമായി പതാക, ഹോങ്കോങ് ഡോളർ എന്ന സ്വന്തം കറൻസി എന്നിവയെല്ലാം ഈ നഗരത്തിനുണ്ട്. എന്തിനേറെ, ഒളിമ്പിക്സിൽ പോലും സ്വന്തം ടീമിനെയാണ് ഹോങ്കോങ് അയക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ നഗര സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഹോങ്കോങ്ങിലേത്. ന്യൂയോർക്കും ലണ്ടനും കഴിഞ്ഞാൽ 3-ാം സ്ഥാനം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നുകൂടിയാണിവിടം. ഹോങ്കോങ്ങിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിലവാരവും ആസൂത്രണവും നിങ്ങളെ അമ്പരപ്പിക്കും. കടലിടുക്കും ദ്വീപുകളുമെല്ലാം ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയും തികച്ചും വേറിട്ട അനുഭവമാകും സമ്മാനിക്കുക. ഹോങ്കോങ്ങിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഹോങ്കോങ് നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം സിം ഷാ സൂയി, തുടർന്ന് നഥാൻ സ്ട്രീറ്റ്, അടുത്തത് വിക്ടോറിയ ഹാർബർ, അവിടെ നിന്നും ഹോങ്കോങ് ഐലൻഡ്, തുടർന്ന് വിക്ടോറിയ പീക്ക്, അടുത്തത് അബർദീൻ, പിന്നെ ഓഷ്യൻ പാർക്ക്, അടുത്തത് സ്റ്റാൻലി ബേ, പിന്നെ ലൻഡാവു ഐലൻഡ്, അവസാനമായി ഡിസ്നി ലാൻഡ്. ഹോങ്കോങ് നഗരത്തിലെ പ്രധാന ടൂറിസ്റ്റ് ഹബ്ബായ സിം ഷാ സൂയിയാണ് നമ്മുടെ ആദ്യ ഡെസ്റ്റിനേഷൻ. മെയിൻലാൻഡിലെ കൗലൂൺ പ്രദേശത്തെ ഏറ്റവും തിരക്കേറിയ ഭാഗം. ടൂറിസ്റ്റുകൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. താമസം, ഭക്ഷണം, ടൂർ ഏജൻസികൾ, അങ്ങനെയെല്ലാം. നഗരം കാണാനെത്തുന്നവർ മിക്കവാറും താമസിക്കാൻ തെരഞ്ഞെടുക്കുന്നത് ഇവിടമാണ്. പ്രധാനപ്പെട്ട പല ഡെസ്റ്റിനേഷനുകളിലേക്കും സിം ഷാ സൂയിയിൽ നിന്നും പെട്ടെന്ന് എത്തിപ്പെടാനുമാകും. ടൂറിസ്റ്റ് ഹബ് എന്ന പോലെ നഗരത്തിലെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രവും എന്റർടൈൻമെന്റ് സെന്ററും കൂടിയാണ് ഇവിടം. ഒഴിവു സമയം ചിലവിടാനും ഷോപ്പിംഗിനുമായി ധാരാളം നഗരവാസികളും സിം ഷാ സൂയിയിൽ എത്തുന്നുണ്ട്. വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും നല്ല തിരക്കുണ്ടാകും ഇവിടുത്തെ സ്ട്രീറ്റുകളിൽ. നഗരത്തിലെ പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളിൽ പലതും പ്രവർത്തിക്കുന്നത് സിം ഷാ സൂയി മേഖലയിലാണ്. തിയേറ്ററുകൾ, കൺസേർട്ട് ഹാളുകൾ എന്നിവയും ഇവിടെയുണ്ട്. ഇനി നമുക്ക് സിം ഷാ സൂയിയിലെ പ്രധാന കച്ചവട തെരുവായ നഥാൻ റോഡിലേക്ക് പോകാം. ഓരങ്ങളിൽ റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളും ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകളുമെല്ലാം പ്രവർത്തിക്കുന്ന പാത. ഹോങ്കോങ്ങിലെ ബ്രിട്ടീഷ് ഗവർണറായിരുന്ന മാത്യു നഥാന്റെ പേരാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാരാണ് ഈ പാതയെ ഷോപ്പിംഗ് സ്ട്രീറ്റാക്കി വികസിപ്പിച്ചതും. പകലും രാത്രിയുമെല്ലാം നഥാൻ റോഡിൽ നല്ല തിരക്കായിരിക്കും. ധാരാളം ടൂറിസ്റ്റുകളെയും ഇവിടെ കാണാനാവും.
പകലായാലും രാത്രിയായാലും നഥാൻ റോഡിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുന്നത് രസകരമായ അനുഭവമാണ്. രാത്രിയിൽ വൈദ്യുത വിളക്കുകൾ തെളിയുന്നതോടെ തെരുവിന്റെ രൂപവും ഭാവവും മാറും. മിന്നിത്തിളങ്ങുന്ന ബിൽ ബോർഡുകൾ ഒരു വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കും നഥാൻ റോഡിൽ. രാത്രിയിലാണ് ആളുകൾ കൂടുതലായി എത്തുന്നതും. പകൽ കണ്ട വഴികളിലൂടെ തന്നെ രാത്രിയും ഒരു നടത്തമാവാം. രുചികരമായ ചൈനീസ് ഭക്ഷണം വിളമ്പുന്ന റെസ്റ്റോറന്റുകൾ നഥാൻ സ്ട്രീറ്റിന്റെ മുഖ്യ സവിശേഷതയാണ്. ചൈനീസ് മാത്രമല്ല, ഏത് നാട്ടിലെയും വിഭവങ്ങൾ ഇവിടെ ലഭിക്കും. പബ്ബുകളും ബാറുകളുമെല്ലാം രാത്രി വൈകിയും സന്ദർശകർക്കായി തുറന്നിരിക്കുന്നുണ്ടാവും. നഥാൻ സ്ട്രീറ്റിൽ ഭൂരിഭാഗവും ഫാഷൻ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളാണ്. ഇതുകൂടാതെ നിരവധി ചരിത്ര കേന്ദ്രങ്ങളും പാതയുടെ വശങ്ങളിലുണ്ട്. കൊളോണിയൽ കാലത്ത് നിർമ്മിച്ച ചർച്ചും മോസ്കും ക്ഷേത്രങ്ങളും അടക്കമുള്ള ആരാധനാലയങ്ങളും. വിക്ടോറിയ ഹാർബറിന്റെ കാഴ്ചകളിലേക്ക് ഇനി നമുക്ക് പോകാം. മനോഹരമായൊരു പ്രൊമനേഡ് ഹാർബറിന്റെ തീരത്ത് പണി കഴിപ്പിച്ചിട്ടുണ്ട്. നീല നിറത്തിൽ തിളങ്ങുന്ന ജലാശയത്തിന്റെയും വമ്പൻ കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഹോങ്കോങ് ദ്വീപിന്റെയും ദൃശ്യങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. രസകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് പ്രൊമനേഡിലൂടെ നടക്കാം. അന്താരാഷ്ട്ര കമ്പനികളുടെ കോർപ്പറേറ്റ് ഓഫീസുകളാണ് ഹോങ്കോങ് ദ്വീപിലെ വമ്പൻ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നത്. വാഹനം, ഇലക്ട്രോണിക്സ്, ധനം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ സ്ഥാപനങ്ങളുടെ ബോർഡുകൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം. ഒന്നിനൊന്ന് വ്യത്യസ്തമായ കെട്ടിടങ്ങളുടെ ഡിസൈനും വേറിട്ട കാഴ്ചയാകുന്നു. രാത്രി ലൈറ്റുകൾ തെളിയുന്നതോടെ ഈ കെട്ടിടങ്ങളുടെ കൂട്ടം അതിഗംഭീരമായ ഒരനുഭവമായി മാറും. ലൈറ്റ് ഷോയ്ക്ക് സമാനമായ കാഴ്ച. ഓരോ കെട്ടിടത്തിനും ചേരുന്ന തരത്തിലാണ് ലൈറ്റിംഗ് ക്രമീകരണം. ഒരു ഏജൻസിയുടെ നിയന്ത്രണത്തിൽ നഗരത്തിലെ ടൂറിസം പദ്ധതികൾക്ക് യോജിക്കും വിധം ഇത് ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മഴയില്ലാത്ത സായാഹ്നങ്ങളിൽ സിംഫണി ഓഫ് ലൈറ്റ് എന്ന ലേസർ ഷോയും ഇവിടെ ഉണ്ടാകും. ഹോങ്കോങ്ങിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾ വിശ്വപ്രസിദ്ധമാണ്. പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് അതിവിപുലമായി വെടിക്കെട്ട് നടത്തുന്നതും ഇവിടെയാണ്. സ്റ്റാർ ഫെറി എന്ന ബോട്ടിലുള്ള യാത്രയാണ് ഹാർബറിൽ പ്രധാനപ്പെട്ട മറ്റൊരു ആക്ടിവിറ്റി. കാലങ്ങളായി ഇവിടെയുള്ള ഫെറി സർവീസാണ് സ്റ്റാർ. ആളുകളെ ഇരുകരകളിലേക്കും കൊണ്ടുപോകുന്നതിനൊപ്പം ടൂറിസ്റ്റ് ട്രിപ്പുകളും സ്റ്റാർ ഫെറി നടത്തുന്നുണ്ട്. ഹോങ്കോങ്ങിന്റെയും കൗലൂൺ മൊനമ്പിന്റെയും നൈറ്റ് വ്യൂ കാണാൻ ഏറ്റവും മികച്ചത് ഈ ക്രൂസുകളാണ്. ഹോങ്കോങ് ഐലൻഡിലെ ഡൗൺ ടൗൺ ആണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഡൗൺ ടൗണിലൂടെ കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കാൻ ബസ് ടൂറാണ് ഉത്തമം. ഓപ്പൺ എയർ അപ്പർ ഡെക്കിൽ ഇരുന്നാൽ എല്ലാം വിശദമായി കാണാം. ഡൗൺ ടൗണിലെ ഏതാണ്ട് എല്ലാ പ്രധാന തെരുവുകളിലൂടെയും ബസ് കടന്നു പോകുന്നുണ്ട്. അതിനാൽ പ്രസിദ്ധമായ സ്ഥാപനങ്ങൾ, ചരിത്ര മന്ദിരങ്ങൾ, പാതകൾ എന്നിവയെല്ലാം കാണുകയും അവയെപ്പറ്റിയുള്ള വിവരണങ്ങൾ കേൾക്കുകയും ചെയ്യാം. ഒരു ഡെസ്റ്റിനേഷൻ വിശദമായി കാണണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളാണ് ഡൗൺ ടൗൺ യാത്രയിലെ അമ്പരപ്പിക്കുന്ന കാഴ്ച. ഓരോ മന്ദിരവും രൂപത്തിൽ വ്യത്യസ്തവും കാഴ്ചയിൽ ആകർഷകവുമാണ്.
കാട്ടിൽ മരങ്ങളെന്ന പോലെ ഇടതിങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങൾ എണ്ണിയെടുക്കാൻ പോലും പ്രയാസകരമാണെന്നതാണ് വസ്തുത. ഹോങ്കോങ് കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ ഇതിനിടയിലെ ഒരു വേറിട്ട കാഴ്ചയാണ്. ഇവിടെ വച്ചാണ് ചാൾസ് രാജകുമാരൻ 1997 ഹോങ്കോങ്ങിന്റെ അധികാരം ചൈനയ്ക്ക് കൈമാറിയത്. സ്വന്തമായി പതാകയുള്ള സ്വയംഭരണ പ്രദേശമായതിനാൽ എല്ലാ ദിവസവും കൺവെൻഷൻ സെന്ററിന്റെ മുറ്റത്ത് പതാക ഉയർത്തൽ ചടങ്ങും നടക്കുന്നുണ്ട്. ഡൗൺ ടൗൺ മേഖല കഴിഞ്ഞ് ഹോങ്കോങ് ദ്വീപിലെ ഓൾഡ് ടൗൺ ഭാഗത്തേക്കും ബസ് പോകും. ഈ പ്രദേശത്ത് നഗരത്തിലെ ആഡംബരങ്ങളില്ലാത്ത സാധാരണ ജനജീവിതവും കാണാനാവും. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനി കാണേണ്ടത് വിക്ടോറിയ പീക്ക് എന്ന ഹിൽ സ്റ്റേഷനാണ്. ഹോങ്കോങ് ദ്വീപിലെ ഉയരം കൂടിയ പ്രദേശം. റോഡിലൂടെ വാഹനത്തിലും ട്രാമിലും നടപ്പാതകളിലൂടെ നടന്നും ഇവിടെ എത്താനാകും. എങ്കിലും ടൂറിസ്റ്റുകൾ ട്രാമാണ് തെരഞ്ഞെടുക്കുക. കൂടുതലും നഗരവാസികളാണ് നടപ്പാതയിലൂടെ വിക്ടോറിയ പീക്കിലേക്ക് എത്തുന്നത്. അവധി ദിവസങ്ങളിൽ അവരിത് വ്യായാമവും വിനോദവുമാക്കി മാറ്റുന്നു. താഴ്വരയുടെ പല ആംഗിളിലുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന നിരവധി വ്യൂ പോയിന്റുകളും പാതയിലുണ്ട്. ട്രാമിലുള്ള യാത്ര രസകരമാണ്. വനസമാനമായി മരങ്ങൾ തിങ്ങിനിറഞ്ഞ ചരിവിലൂടെയാണ് ട്രാമിന്റെ കയറ്റം. മുകളിലേക്ക് ചെല്ലുന്തോറും താഴ്വരയുടെയും ഹാർബറിന്റെയും കാഴ്ചകളും കണ്ടു തുടങ്ങും. പീക്ക് ടവർ എന്ന സമുച്ചയത്തിലേക്കാണ് ട്രാം ചെന്നിറങ്ങുന്നത്. പല നിലകളിലായി സുവനീർ ഷോപ്പുകളും റെസ്റ്റോറന്റുകളും സജ്ജീകരിച്ചിട്ടുള്ള ടവർ. ഹോങ്കോങ്ങിലെ മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയം ഇവിടെയാണുള്ളത്. പ്രസിദ്ധ വ്യക്തികളുടെ ജീവൻ തുടിക്കുന്ന പ്രതിമകൾ പ്രദർശിപ്പിച്ചിട്ടുള്ള കേന്ദ്രം. പീക്ക് ഗലേറിയ എന്ന എന്റർടൈൻമെന്റ് സെന്റർ, സ്കൈ ടെറസ് 428 എന്നിവയാണ് ഹിൽ ടോപ്പിലെ മറ്റു പ്രധാന കാഴ്ചകൾ. മറ്റൊന്ന് പീക്ക് ഗലേറിയ മാളാണ്. ഭക്ഷണശാലകൾ, ഗെയിം സെന്ററുകൾ, പലതരം ഷോപ്പുകൾ എന്നിവയൊക്കെയുണ്ട് പീക്ക് ഗലേറിയയിൽ. 428 മീറ്റർ ഉയരത്തിലുള്ള സ്കൈ ടെറസ് ആണ് ഏറ്റവും മുകളിലെ വ്യൂവിംഗ് പ്ലാറ്റ്ഫോം. ഇവിടെ നിന്നുകൊണ്ട് ഹോങ്കോങ്ങിന്റെ 360 ഡിഗ്രി കാഴ്ചകൾ കാണാം. ഡൗൺ ടൗണും കൗലൂൺ മുനമ്പും തന്നെയാണ് പ്രധാന ആകർഷണം. ഇതോടൊപ്പം കടലിടുക്കും ദ്വീപുകളും വനങ്ങളും കൂടി ചേരുമ്പോൾ ദൃശ്യങ്ങൾ അതിഗംഭീരമായ അനുഭവമാകുന്നു. വിക്ടോറിയ പീക്കിൽ നിന്നും സൂര്യോദയ അസ്തമയ കാഴ്ചകൾ ആസ്വദിക്കാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുക. അടുത്തതായി അബർദീനിൽ ഒരു ബോട്ട് റൈഡ് ആകാം. ഹോങ്കോങ്ങിലെ ഫിഷിംഗ് വില്ലേജ് ആണിത്. സംബാൻ എന്ന പരമ്പരാഗത വള്ളത്തിലാണ് യാത്ര. മുളയും തടിയും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അടിഭാഗം പരന്ന പ്രത്യേകതരം ബോട്ടുകൾ. ഇത്തരം ബോട്ടുകളിലാണ് ആദ്യകാലത്ത് മീൻ പിടിക്കാൻ കടലിലേക്ക് പോയിരുന്നത്. രസകരമാണ് സംബാനിലുള്ള യാത്ര. പണ്ട് പങ്കായം ഉപയോഗിച്ച് തുഴയുകയായിരുന്നെങ്കിൽ ഇന്നത് പ്രൊപ്പല്ലറായി മാറിയിട്ടുണ്ട്.
ഇപ്പോഴും ധാരാളം മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമാണ് അബർദീൻ. കടലിടുക്കിൽ ധാരാളം ഫിഷിംഗ് ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത് സമ്പാനിൽ യാത്ര ചെയ്യുമ്പോൾ കാണാം. ചുറ്റും ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ യഥാർത്ഥത്തിൽ മീൻപിടുത്തക്കാർ താമസിക്കുന്ന ഫ്ളാറ്റുകളാണ്. ആദ്യകാലത്ത് വീടുകൾക്ക് പകരം ഹൗസ് ബോട്ടുകളിലായിരുന്നു അവരുടെ താമസം. അന്ന് 100 കണക്കിന് ഹൗസ് ബോട്ടുകളാണ് കടലിടുക്കിൽ ഉണ്ടായിരുന്നത്. ഇന്നും 6000-ഓളം പേർ ഹൗസ് ബോട്ടുകളിൽ താമസിക്കുന്നുണ്ട്. സമ്പാനിലെ യാത്രയിൽ അത്തരം ഹൗസ് ബോട്ടുകളും കാണാനാവും. ഇനി ഹോങ്കോങ് ഐലൻഡിന്റെ തെക്കുഭാഗത്തുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്ക് സന്ദർശിക്കാം. ഓഷ്യൻ പാർക്ക്. ഒരു ദിവസം കൊണ്ട് തീരാത്തത്ര ആക്ടിവിറ്റികൾ ഈ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ഉൾക്കടലിന്റെ തീരത്തും തീരത്തോട് ചേർന്നുള്ള മലയുടെ മുകളിലുമായി സജ്ജീകരിച്ചിട്ടുള്ള പാർക്ക് ഭൂപ്രകൃതിയുടെ മനോഹാരിത കൊണ്ട് തന്നെ വ്യത്യസ്തമായ അനുഭവമാകുന്നു. മൃഗങ്ങളെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നതാണ് പാർക്കിന്റെ മറ്റൊരു പ്രത്യേകത. പല തീമുകളിലാണ് ഓരോ വിഭാഗത്തിന്റെയും സജ്ജീകരണം. വലുതും ചെറുതുമായ അക്വേറിയങ്ങളിൽ ധാരാളം ജലജീവികളെ കാണാം. നിറപ്പകിട്ടുള്ളതും കാഴ്ചയിൽ ആകർഷകമായതും അസാധാരണമായ രൂപമുള്ളതുമൊക്കെയായ ജലജീവികൾ. ജയന്റ് പാണ്ടകളുടെ പ്രദർശനം പാർക്കിന്റെ സവിശേഷതയാണ്. വളർത്തുക മാത്രമല്ല, ഇവയുടെ പ്രത്യുൽപാദനവും നടത്തുന്നുണ്ട്. ഇതുകൂടാതെ കുരങ്ങുകൾ, ഉരഗങ്ങൾ എന്നിങ്ങനെയുള്ള ജീവികളെയും പ്രദർശിപ്പിച്ചിരിക്കുന്നു. പക്ഷികളെ ഉൾപ്പെടുത്തിയ ഒരു ഏവിയറിയുമുണ്ട് പാർക്കിൽ. പാർക്കിന്റെ മലയുടെ മുകളിലുള്ള ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ നടപ്പാതകൾക്ക് പുറമെ കേബിൾ കാർ, ഫണിക്കുലർ ട്രെയിൻ എന്നിവയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അഡ്വഞ്ചർ റൈഡുകളാണ് ഇവിടെ ഭൂരിഭാഗവും. ഇനി നമുക്ക് ഹോങ്കോങ് ഐലൻഡിന്റെ തെക്കുവശത്തുള്ള ഒരു ബീച്ച് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. സ്റ്റാൻലി ബേ. ഡൗൺ ടൗണിൽ നിന്നും അരമണിക്കൂർ യാത്രയുണ്ട് ഇവിടേക്ക്. സ്റ്റാൻലി ബേയുടെ തീരത്ത് ഒരു പ്രാദേശിക മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റാൻലി മാർക്കറ്റ്. സാധാരണക്കാരായ ആളുകൾ ഷോപ്പിങ്ങിന് എത്തുന്ന ഇടം. സാധാരണ ലോക്കൽ മാർക്കറ്റുകളുടെ അതേ രൂപമാണ് ഈ മാർക്കറ്റിനും. ഇടുങ്ങിയ വഴിയുടെ വശങ്ങളിൽ ചെറിയ സ്റ്റാളുകൾ. ഇലക്ട്രോണിക്സ്, തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, ബാഗുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾക്ക് പുറമെ സ്റ്റാൻലി മാർക്കറ്റിൽ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സുവനീർ ഷോപ്പുകളുമുണ്ട്. നല്ല വിലക്കുറവുണ്ടെന്നതാണ് സാധാരണക്കാരെ ആകർഷിക്കുന്ന പ്രത്യേകത. ഹോങ്കോങ്ങിന്റെ തനത് സിൽക്ക് വസ്ത്രങ്ങൾ മാർക്കറ്റിന്റെ സവിശേഷതയാണ്. മറ്റൊന്ന് പെയിന്റിങ്ങുകൾ വിൽക്കുന്ന ഗാലറികളാണ്. നഗരക്കാഴ്ചകളും പ്രകൃതി ദൃശ്യങ്ങളും പ്രമേയമാക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ ഇവിടെ നിന്നും വാങ്ങാം. മാർക്കറ്റിലൂടെ നടന്നെത്തുന്നത് സ്റ്റാൻലി ബീച്ചിലേക്കാണ്. ഹോങ്കോങ്ങിലെ തിരക്കേറിയ ബീച്ചാണിത്. വീതി കുറവാണെങ്കിലും ശാന്തവും ആഴം കുറഞ്ഞതുമായ ജലാശയമായതിനാൽ അപകടമില്ലാതെ ജലകേളികളിൽ ഏർപ്പെടാനാകും. വിൻഡ്സർഫിംഗ് പോലെയുള്ള ആക്ടിവിറ്റികൾക്കും ഇവിടെ സൗകര്യമുണ്ട്. വിശാലമായ പ്രൊമനേഡാണ് ബീച്ചിന്റെ മറ്റൊരാകർഷണം. കടൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് തീരത്തുകൂടി നടക്കാം.
റെസ്റ്റോറന്റുകൾ, സുവനീർ ഷോപ്പുകൾ എന്നിവ പ്രൊമനേഡിലും പ്രവർത്തിക്കുന്നുണ്ട്. പ്രകൃതി രമണീയമായ ലൻഡാവു ദ്വീപിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ ദ്വീപ്, മലകൾ നിറഞ്ഞ ഭൂപ്രകൃതി. ഹോങ്കോങ് ഇന്റർനാഷണൽ എയർപോർട്ട് ഈ ദ്വീപിന്റെ വടക്ക് വശത്ത് ഉൾക്കടലിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ടൂറിസ്റ്റുകൾക്കായി നിരവധി കാഴ്ചകളുണ്ട് ലൻഡാവുവിൽ. നോങ് പിങ് 360 എന്ന കേബിൾ കാറാണ് അതിലൊന്ന്. കടലിടുക്കിന് മുകളിലൂടെ ദ്വീപിലേക്ക് നീളുന്ന ഗൊണ്ടോള ലിഫ്റ്റാണിത്. അടിഭാഗത്ത് ഗ്ലാസ് പാകിയ ക്രിസ്റ്റൽ ഗൊണ്ടോളയിലെ യാത്ര നോങ് പിങ് 360യിലെ ത്രസിപ്പിക്കുന്ന അനുഭവമായിരിക്കും. ദ്വീപിന്റെയും സൗത്ത് ചൈന കടലിന്റെയും എയർപോർട്ടിന്റെയും ഒക്കെ ആകാശ കാഴ്ചകൾ ഈ കേബിൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാണാം. നോങ് പിങ് വില്ലേജ് എന്ന കോംപ്ലക്സിലേക്കാണ് കേബിൾ കാർ വന്നിറങ്ങുന്നത്. ചൈനീസ് ആർക്കിടെക്ചറിന്റെ സൗന്ദര്യം ആകർഷകമാക്കുന്ന പോ ലിൻ ബുദ്ധ മൊണാസ്ട്രി, 34 മീറ്റർ ഉയരമുള്ള ബുദ്ധന്റെ വെങ്കല പ്രതിമ എന്നിവ നോങ് പിങ്ങിലെ കാഴ്ചകളാണ്. ഉയരമേറിയ പ്രദേശമായതിനാൽ ചുറ്റുവട്ട കാഴ്ചകളും ഇവിടെ നിന്നും ആസ്വദിക്കാം. ഇനിയുള്ളത് ടായ് യോ ഫിഷിംഗ് വില്ലേജ് ആണ്. ജലാശയത്തിൽ തൂണുകൾ നാട്ടി വീടുകൾ പണി കഴിപ്പിച്ചിട്ടുള്ള മുക്കുവ ഗ്രാമം. വേലിയിറക്ക സമയത്ത് ജലനിരപ്പ് കുറയുമ്പോൾ ചെളിയിൽ കുത്തി നിർത്തിയ തടികൾ പൂർണ്ണമായി കാണാനാവും. ഇപ്പോൾ കെട്ടിടങ്ങൾ കരയിൽ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഗ്രാമവാസികൾ തങ്ങളുടെ പാരമ്പര്യം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല. ഏറ്റവും രുചികരവും വ്യത്യസ്തവുമായ സീഫുഡ് വിഭവങ്ങൾക്ക് പ്രസിദ്ധമാണ് ഈ ഗ്രാമം. പരമ്പരാഗതമായ പാചക രീതികളും വേറിട്ട കാഴ്ചയാണ്. മനോഹരമായ ബീച്ചുകൾ, മലനിരകളിലൂടെയുള്ള ഹൈക്കിംഗ് എന്നിവയൊക്കെ ലൻഡാവു ദ്വീപിലെ മറ്റ് ആകർഷണങ്ങളാണ്. 70 കിലോമീറ്ററോളം നീളമുള്ള ഹൈക്കിംഗ് ട്രെയിലുകളാണ് ദ്വീപിൽ ഒരുക്കിയിട്ടുള്ളത്. ലൻഡാവു ദ്വീപിലെ പ്രശസ്തമായ മറ്റൊരു ഡെസ്റ്റിനേഷനാണ് ഡിസ്നിലാൻഡ്. ഡിസ്നിയുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളെയും കഥാപശ്ചാത്തലങ്ങളെയും അടിസ്ഥാനമാക്കി ഒരുക്കിയിട്ടുള്ള തീം പാർക്ക്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആസ്വദിക്കാൻ വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. കാർട്ടൂണുകളിൽ നാം കാണുന്ന കാൽപ്പനിക ലോക സൃഷ്ടിച്ചുകൊണ്ടാണ് പാർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാർട്ടൂണുകളുടെ മായിക ലോകത്ത് ചെന്നെത്തിയ പ്രതീതിയാകും ഉള്ളിൽ കടക്കുമ്പോൾ. പാർക്കിലെ ഓരോ ഭാഗവും വ്യത്യസ്ത തീമുകളിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. കാർട്ടൂൺ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി ഷോകളാണ് പലയിടങ്ങളിലായി അരങ്ങേറുന്നത്. പാട്ടും നൃത്തവും അഭ്യാസ പ്രകടനങ്ങളുമെല്ലാമായി അത്യധികം ആസ്വാദികരമാണ് ഈ പ്രകടനങ്ങൾ. ഇനിയുള്ളത് അഡ്വഞ്ചർ റൈഡുകളാണ്. റോളർ കോസ്റ്ററുകൾ, റിവർ റൈഡുകൾ എന്നിവയൊക്കെ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ഡിസ്നിയുടെ മാജിക് കാസിലിന്റെ വലിയൊരു മോഡൽ പാർക്കിൽ കാണാം. ഈ കാസിൽ പശ്ചാത്തലമാക്കി രാത്രിയിൽ നടക്കുന്ന ലൈറ്റ് വാട്ടർ ഫൗണ്ടൻ ഷോ പാർക്കിലെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നാണ്. അനിമേഷൻ സാങ്കേതിക വിദ്യകളെപ്പറ്റി വിവരിക്കുന്ന ഒരു പ്രദർശനവും മ്യൂസിയത്തിലുണ്ട്. അതോടൊപ്പം
കാർട്ടൂൺ വരയ്ക്കുന്ന രീതികളും പരിചയപ്പെടുത്തുന്നു. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പന്ന നഗരമായ ഹോങ്കോങ്ങിലൂടെയുള്ള സിറ്റി ടൂർ നാം പൂർത്തിയാക്കി കഴിഞ്ഞു. പരിമിതമായ സൗകര്യങ്ങളിൽ ദീർഘവീക്ഷണത്തോടെയും പ്രകൃതി സൗഹാർദ്ദമായി നടത്തിയിട്ടുള്ള നഗരാസൂത്രണം ഹോങ്കോങ്ങിൽ കണ്ടു പഠിക്കേണ്ട പാഠമാണ്. നഗരത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നതിലും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിലും ഭരണകൂടം പുലർത്തുന്ന ശ്രദ്ധയും മികവും ഇവിടെ ശ്രദ്ധേയമാവുന്നു. ദിവസങ്ങളോളം തങ്ങി കാണാനും അറിയാനും അനുഭവിക്കാനും വേണ്ടതെല്ലാമുണ്ട് ഈ നഗരത്തിൽ.